AK ബാലൻ CPM-ന്റെ മുതിർന്ന നേതാവ് ന്യൂസ് 18-നുമായി മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയാണ്. ഇതേ വിഷയം തന്നെയാണ് AK ബാലനും മറുപടി പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു സൂത്രാണത്. ഇസ്ലാമിയുടെ ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളത് കൃത്യമാക്കിയിട്ട് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് പറയുന്നത് NDA എന്ന് പറയുന്ന RSSകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന NDAക്കെതിരായും ജമാഅത്തയുടെ സഹായം പറ്റി പിന്തുണ പറ്റി ഞങ്ങൾക്കെതിരായി രംഗത്ത് വരുന്ന UDF-നുമെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ സമരമാണ് എന്നുള്ളത് ഞങ്ങൾ ശക്തിയായിട്ട് ആദ്യം തന്നെ പറഞ്ഞാണ്, ഇപ്പോഴും പറയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വോട്ട് ചെയ്യും. ഇപ്പോൾ BJP-യെ തോൽപ്പിക്കാൻ LDF-ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായ വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യും. ആയിരിക്കും LDF-ന്. ഇപ്പോൾ LDF അതാണ് ഞാൻ ചോദിച്ചത്. വോട്ട് എന്ന് പറയുന്നത് പല കാലഘട്ടത്തിലും ഞങ്ങൾക്ക് പലരും തന്നിട്ടുണ്ട്. ഞങ്ങൾ വോട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യത്തിലാണ്. തലശ്ശേരി ലഹള നടക്കുന്ന സമയത്ത് സഖാവ് EMS RSSന്റെ വോട്ട് വേണ്ട എന്ന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് വേണ്ട നിങ്ങളുടെ എന്ന് പറയാൻ ഭരണഘടനാപരമായിട്ട് നമുക്ക് എന്താ അധികാരം? അല്ല, ഞാൻ പറയുന്നത് വർഗീയവാദികളായാൽ പോലും അവർ നിയന്ത്രിക്കുന്ന സംഘടനയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയവാദികളല്ല. അതിനകത്തൊരു ക്ലാരിറ്റി വേണം. കാരണം എന്ന് വെച്ചാൽ അവർ പരസ്യമായിട്ട് ഇങ്ങനെ പിന്തുണ നൽകുകയാണ്. UDF-നാണ് ഞങ്ങളുടെ പിന്തുണ, പക്ഷേ BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾ LDF-നെയും പിന്തുണയ്ക്കും. അവിടെ UDF വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് LDF പറയുകയാണെങ്കിൽ അതിന് മതേതര മനസ്സുകളിൽ കൂടുതൽ സ്ഥാനം കിട്ടും. അതായത് കൃത്യമായി ഞങ്ങളുടെ പൊളിറ്റിക്കൽ മുദ്രാവാക്യം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജമാഅത്തയുടെ രാഷ്ട്രീയ സമീപനത്തിനെതിരായി ശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. നിങ്ങൾ വിചാരിക്കണ്ട ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതെ, ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജമാഅത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഒരേ നയം തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇവർക്ക് പിന്തുണ കൊടുത്ത സമയത്ത് ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കടന്ന് UDF എന്തായി, ഏതാണ്ട് ഒരു മുന്നണിയിലെ ഘടകകക്ഷിയെ പോലെ ജമാഅത്തെ അവർ സ്വീകരിച്ചു. ആ സമയത്താണ് ശക്തമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയും എടുത്തത്. ആ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും അതിശക്തമായിട്ടുള്ള മുൻതൂക്കം കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ നയമാണ്. ഇന്നലെ തന്നെ വിജയരാഘവൻ PB മെമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വിജയരാഘവൻ ശക്തമായി പറഞ്ഞല്ലോ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഒരു വർഗീയത ഈ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിലും വർഗീയ ശക്തികളുമായി വിധേയമായി പൊരുത്തപ്പെട്ടു പോകുന്നതിലും അത് ജമാഅത്തേക്ക് കീഴ്പ്പെട്ട് മുസ്ലിം ലീഗിനെ മാറ്റിയെടുക്കുന്നതിലും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ രൂപത്തിൽ അധപ്പതിച്ചുകൂടായിരുന്നു. അല്ല, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ പോലും അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുണ്ട് എന്നാണല്ലോ. വേങ്ങരയിലെ KM ഷാജിയുടെ കാര്യം പറയുന്നു. അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെന്ന് പറയുന്നത്? ഈ ഷാജി ശക്തമായിട്ടുള്ള നിലപാട് ജമാഅത്തേക്കെതിരായിട്ട് എടുത്ത ഒരാളാണ് കേരളത്തിൽ. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ്. പല സ്ഥലത്തും ഇത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ്, ചെതളാണ്, CH മുഹമ്മദ് കോയ ഒരു വേദിയിലും ഇവരെ കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ഒരാളാണ്. അവസാനം മതമാണ് 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 പ്രശ്നം. കഴിഞ്ഞ 10 കൊല്ലം മുസ്ലിമിന് പലതും നഷ്ടപ്പെട്ട് അത് തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആശയത്തിൻ്റെ സ്വാധീനമാണ്. ആ ആശയത്തിൻ്റെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ ഈ രൂപത്തിൽ അവർ അധപ്പതിക്കുമായിരുന്നില്ല. പക്ഷെ ഷാജി മാത്രമേ ഉള്ളൂ ആ പട്ടികയിൽ? അല്ലല്ല, ഷാജി വളരെ പ്രകടമായിട്ട് പറഞ്ഞല്ലോ. വേറെ ആരെങ്കിലും ഉണ്ട് എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ആളുകളുണ്ട്? അല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ ഇപ്പോൾ എടുത്തിട്ടുള്ളത്.
കുഞ്ഞാലിക്കുട്ടി പ്രകടമായിട്ട് അല്ല, പറഞ്ഞില്ല. ഇതിപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമയത്ത് താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. അന്ന് പറഞ്ഞത് കാര്യം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തരമന്ത്രി സ്ഥാനം. അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. അത് പിന്നീട് താങ്കൾക്ക് അതിനൊരു തിരുത്തൽ വരുത്തേണ്ടി വന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുമ്പോൾ അത് മുസ്ലിം സമൂഹത്തെ ആകെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനം വരുമോ എന്ന് കണ്ടുകൊണ്ടല്ലേ? അത് തെറ്റാ. ഞാൻ പറഞ്ഞ വാദകം ഇപ്പോഴും പറയാം. അതിന് അടിസ്ഥാനപരമായി ഈ ഒന്നാം മാറാടിൻ്റെയും രണ്ടാം മാറാടിൻ്റെയും സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് തോമസ് ഇ തോമസ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വർഗീയ ശക്തികളുടെ സഹായത്തോടുകൂടി ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവർ ഭരണത്തെ സ്വാധീനിക്കും. അത് നമ്മുടെ ഹാർമണിയെ ബാധിക്കും, ജനാധിപത്യത്തെ മാത്രമല്ലോ. ഈ ആപത്ത് തുറന്നു കാട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ചർച്ചാ വിഷയമായിട്ടില്ല. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രയോഗം നടത്തിയത്. അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. ജനുവരി മാസം 6-ാം തീയതിയാണ് എ കെ ബാലനാണിപ്പോൾ ബാലനാണ് സംസാരിക്കുന്നത് മഞ്ജുഷ് ഗോപാലുമായി. എന്തായാലും ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ കൂടിയാണ് എ കെ ബാലന്റെ പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.